അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ബോഗൺവില്ല കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളെ ബോഗൺവില്ല എന്ന് വെച്ചാൽ ഇത് ഡാർക്ക് പിങ്കാണ് വരുന്നത്. അങ്ങനെ തന്നെയാണ് പേര് എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ട് 10-15 കൊല്ലമായിട്ടോ. 15 അല്ല 20 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ കണക്ക് റെഡിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വെറൈറ്റി മേലുള്ളൊരു പൂവെന്ന് വെച്ചാൽ മക്കളെ ഒന്നും പറയാനില്ല, ഇതുപോലെ തിക്കായിട്ടുണ്ടാകുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. നമ്മളെ കയ്യിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ പിങ്ക് ഈ ഒരു കളറ്, പിന്നെ ഇതിൻ്റെ ലൈറ്റ് പിങ്ക് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ. വൈറ്റൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ തന്നെ ഇത് കണ്ടു നോക്കി. ഇങ്ങനെ തന്നെ കേട്ടോ ഇത് പൂവുണ്ടാകുക, നല്ല തിക്കായിട്ടുണ്ടാവുക. നമ്മൾ ഏത് ചെടിയാണെങ്കിലും ചെറിയ ചട്ടിയിൽ വെക്കാണ്ട് ഇത്തിരി ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചൊരു പോട്ട് നമ്മൾ എടുക്കണം കേട്ടോ. എന്നാലേ ഇതുപോലെ നിങ്ങൾക്ക് പൂക്കളുണ്ടാവും. നമ്മൾ ചെടി ചെറുതാണെന്ന് വെച്ച് ചെറിയ ചട്ടിയിൽ വെച്ച് കാലാകാലം വളർത്താൻ ശ്രമിച്ചാൽ അതൊരു ബോൺസായി പോലെ തന്നെ വളരെയുള്ളൂ. അത് എന്താ പറയുക, മുരടിച്ചാൽ വളരുക. അപ്പോൾ അതിൽ പൂക്കളും കുറയും, ചെടിയുടെ വലിപ്പം കുറയും, ചെടി നല്ല എന്താ പറയുക ഒരുപാട് ചകകൾ വരാണ്ട് കുരുണിച്ച് എന്ന് പറഞ്ഞ പോലെ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അല്ലാണ്ടിരിക്കണമെങ്കിൽ ഇത് കണ്ടെങ്കിൽ ഇത് നമ്മളെ ലൈറ്റ് പിങ്കാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഒരു പൂക്കൾ നിങ്ങൾ നോക്കി, എന്തോരം പൂക്കളായുള്ളത് നോക്കി. ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ ഫോട്ടോത്ത് കാണുന്ന ഇതേപോലെയാണ് കേട്ടോ. പക്ഷേ രണ്ട് കളറും ഈ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഒരു പോണം തോന്നും, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക, ഒന്ന് ഡാർക്ക് പിങ്കും ഒന്ന് ലൈറ്റ് പിങ്കുമാണ് കേട്ടോ വരുന്നത്. പിന്നെ വൈറ്റിൽ പൂക്കൾ ഇപ്പോൾ ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്, അതുകൊണ്ട് വൈറ്റിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, സ്കൂളിൽ പോണ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞെടുക്കുക, അടിപിടി ഉണ്ടാക്കാൻ സ്കൂളിൽ പോകേണ്ട മക്കളെ ഞങ്ങൾ പുരേ കുത്തിരുന്നോളി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലിപ്പോൾ അതേക്ക് ഒരു മരണം ഉണ്ടായിട്ടോ. SLCക്ക് പഠിക്കുന്ന ഒരു മോനാണ്. അപ്പോൾ വേറെ ചെക്കന്മാരടിച്ചതാണ് കേട്ടോ. അടിച്ചത് മർമ്മത്തടോ കൊണ്ട് എന്തായാലും മോനൊന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ റബ്ബിലിസത്തായ തമ്പുരാനോന് പുറത്തു കൊടുക്കട്ടെ എന്തുണ്ടേലും. അതുപോലെ തന്നെ ആ കുടുംബത്തിന് അല്ലേ, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഓർത്ത് നോക്കി, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. വാപ്പക്കും ഉമ്മക്കും ബാക്കിയുള്ള മറ്റ് ബന്ധുമിത്രാദികൾക്കും ഒക്കെ ക്ഷമ കൊടുക്കട്ടെ. നമുക്കും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തിനെയൊക്കെ പെടുത്തട്ടോ. അപ്പം മക്കളോട് മറക്കണ്ട, നമ്മളെ ഫാമിലിയിലുള്ള മക്കളോട്, സ്കൂളിൽ പോകണ എല്ലാ മക്കളോടും പറഞ്ഞു കൊടുക്കുക, മക്കളെ വെറുതെ പോയി സ്കൂളിൽ നിന്ന് കച്ചറ ഉണ്ടാക്കല്ലേ, അടിപിടി ഉണ്ടാക്കല്ലേ, വാശിയും വൈരാഗ്യം വെച്ച് നടക്കല്ലേ എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.